ഡെമോക്രസിക്ക് ഏറ്റവും വലിയ ത്രെഡാണെന്ന് BJP വിളിച്ചുകൊണ്ടിരുന്ന രാഘവ് ചന്ദ കഴിഞ്ഞ ദിവസമാണ് AAP വിട്ടുകൊണ്ട് അദ്ദേഹം BJPയിലേക്ക് ചേരുന്നത്. അത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ AAPയിൽ നിന്ന് തന്നെ സമയത്ത് നേരിട്ടൊരു വിമർശനം എന്ന് പറയുന്നത് BJPക്ക് എതിരെ പറയുന്നതിന് വേണ്ടി രാജ്യസഭയിൽ വിട്ടിട്ട് BJPക്ക് എതിരെ സംസാരിക്കുന്നില്ല, സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു PR ഗിമിക്കുകളാണ് അദ്ദേഹം രാജ്യസഭയിൽ പറയുന്നത്. അതിൽ മറ്റേ നമ്മുടെ ഫോണുമായിട്ട് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത് എന്ന് സാധാരണക്കാർക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കുകയും അറ്റ് ദ സെയിം ടൈം അദ്ദേഹം വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നും വിമർശിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. അതിൽ തന്നെ പറയുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ന്യൂയോർക്ക് മേയറായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള മംദാനി എന്തൊരു ടാക്ടിക്സ് ആണോ PR ചെയ്ത് ജനങ്ങളെ കയ്യിലെടുക്കാൻ, അത് തന്നെ ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്യുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം BJPയിലേക്ക് പോകുന്നത്. അപ്പം ഇത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണോ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നും ആർക്കും തോന്നുന്നൊരു കാര്യമല്ല. അദ്ദേഹം മാത്രമല്ല പോയത്, അതിൻ്റെ ഒപ്പം തന്നെ അശോക് മിത്തൽ എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവും പോകുന്നുണ്ട്. പഞ്ചാബിലൊക്കെ AAPക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള ടാക്ടിക്സ് ഒരുക്കിയ മനുഷ്യരിൽ ഒരാളാണ്. ചന്ത മാറുകയാണെങ്കിൽ അവിടെ സംസാരിക്കാൻ AAP തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഒരാളാണ്. BJP ഇവർ തന്നെ വിളിച്ചിട്ടുള്ള ഒരു കാര്യം, AAPയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളടക്കം വിളിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വാഷിംഗ് മെഷീൻ രാജ് നടപ്പിലാക്കുന്ന പാർട്ടിക്കാരാണ് ഇവരെന്നാണ്. അതായത് ED ഉപയോഗിച്ചിട്ട് ഇപ്പം മിത്തലിന്റെ ഒരു കാര്യത്തിൽ അശോക് മിത്തലിനെതിരെ ഒരു EDയുടെ റെയ്ഡ് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടാകുന്നു. അത് ഭയന്ന് അദ്ദേഹം BJPയിൽ 5 അംഗങ്ങളുടെ ഒപ്പം BJPയിൽ ചേരുകയാണ് ചെയ്തത്. അപ്പം അവർ പണ്ട് അവകാശപ്പെട്ടതുപോലെ തന്നെ EDയുടെ ഒരു റെയ്ഡ് കൊണ്ടുവരുന്നു, ആളുകളെ ഭയപ്പെടുന്നു, നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്നു. ഒന്നെങ്കിൽ BJPയിൽ ചേരുക, അല്ലെങ്കിൽ ജയിലിൽ പോകുക എന്നൊരു സാഹചര്യം വരുമ്പോൾ അവർ ജയിലിൽ പോകുന്നത് തിരഞ്ഞെടുക്കാതിരിക്കുന്നു, BJPയിൽ ചേരുന്നു. അങ്ങനെ BJPയിൽ ചേരുന്ന ആളുകളെ BJPയിൽ ചേർന്നത് കൊണ്ട് മാത്രം കഴുകി വെളുപ്പിച്ചെടുക്കുന്ന ഒരു രാജാണ് BJP കൊണ്ടുപോകുന്നതെന്ന് വാദിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ BJPയിൽ എത്തിയിട്ടുള്ളത്. ഇത് വളരെ എന്താ പറയുക, ഇതാദ്യമായിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ BJP ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. പല രീതിയിൽ കൂറുമാറ്റിക്കൊണ്ടും രാജിവെപ്പിച്ചുകൊണ്ടും പിളർത്തല്, ലയനം എന്നിങ്ങനെ പല ടാക്ടിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് 2014 മുതൽ ഇവര് പല ആളുകളെയും കൂടെ നിർത്തുന്നതാണ്. അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ അവരുടെ ടീമിലേക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ അവരുടെ ശബ്ദം നിശബ്ദമാക്കുകയോ ചെയ്യുന്നൊരു കാര്യം. കർണാടകയിലാണെങ്കിലും ഇത്തരത്തിൽ ചില പൊളിറ്റീഷ്യന്മാരെ കൊണ്ടുവന്ന് BJPയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവന്ന് ഹോം സ്റ്റേയിലൊക്കെ ഒളിപ്പിച്ചു എന്നൊക്കെ ഉള്ള ന്യൂസുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ശ്രദ്ധയൊക്കെ നേടിയതാണ്. അപ്പൊ ഇന്നും ഇന്നലെയും അല്ല BJP ഇത്തരത്തിലുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ള. 2014 അധികാരത്തിൽ വരുന്ന കാലം തൊട്ട് അവര് ഇത്തരത്തിലുള്ള പല രീതിയിൽ, ഒരു രീതിയിൽ മാത്രമല്ല, ED ഉപയോഗിക്കുന്നത് മാത്രമല്ല, പല രീതിയിൽ അവർ അധികാരവും അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികളുള്ള ആളുകളെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും ശ്രമിച്ചിട്ടുള്ള. അതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് മധ്യപ്രദേശ് തന്നെയായിരുന്നു. ഇപ്പം ഹർഷ പറഞ്ഞത് വളരെ ശരിയാണ്. അത് ആ പാർട്ടിയിലേക്ക് അവർ ലയിപ്പിക്കുന്ന കാരണം പോലും ഒരു പക്ഷേ ലോകം അറിയുന്നത് ഇത്തരത്തിൽ അവർ അതിലേക്ക് ചേർന്ന് കഴിഞ്ഞിട്ടായിരിക്കും. പാർട്ടിയിൽ നിന്ന് വിട്ടുമാറി ഒന്നെങ്കിൽ രാജിവെക്കും, അല്ലെങ്കിൽ അതിലൊരു പിളർത്തലോ അല്ലെങ്കിൽ ലയനോ ഒക്കെ സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത് എല്ലാവരും അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു നോക്കാനാണെങ്കിൽ ഇപ്പം നമുക്ക് മധ്യപ്രദേശിലെ കാര്യം വരുമ്പോഴത്തേക്കും കമൽനാഥിൻ്റെ പാർട്ടിയിൽ തന്നെ എന്താണ് ആദ്യം ചെയ്തത്, സർക്കാരിനെതിരെ 22 MLA-മാരാണ് രാജിവെച്ചത്. അത്തരത്തിൽ രാജിവെച്ചപ്പോൾ സർക്കാർ അവിടെ വീഴുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ ഒരു ഭരണം ഉണ്ടാവുന്നില്ല. വോട്ടെടുപ്പ് വരുമ്പോഴും കമൽരാജ അദ്ദേഹം അവിടെ നിന്ന് എന്താ പറയാ, ആ വോട്ടെടുപ്പിൽ മത്സരിക്കാതെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ തുടർന്ന് അവിടെ സർക്കാർ വീണതുകൊണ്ട് BJP ഭരണം തന്നെ അവിടെ തുടർന്ന് വരിക. അതേപോലെ തന്നെ മണിപ്പൂരിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിലും മണിപ്പൂരിൽ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ഒരു ഭരണകൂടമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു അവിശ്വാസം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിനകത്ത് തന്നെയുള്ള 8 ആളുകൾ അതിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നു. അങ്ങനെ വിട്ടു നിൽക്കാതിരിക്കുന്നതിന് കാരണമായതിന്റെ പുറകിലും BJP ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭരണം മണിപ്പൂരിൽ ഇങ്ങനെ തുടർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതേ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ മനസ്സിലാവും. അതായത് ശിവസേനയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ എല്ലാ രീതിയിലുള്ള ഒരു മേൽക്കോയ്മ നേടിയിട്ടുള്ളത്. ഇപ്പം സൺ ഓഫ് സോയിൽ
മണ്ണിന്റെ മക്കളവാദവും എല്ലാം പറഞ്ഞ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന അന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ അത്രമാത്രം വേരുകളുള്ള ഒരിതാണ്. പക്ഷെ അവരുടെ ഏകദേശം 55 MLA-മാരിൽ ഏകദേശം 40 MLA-മാര് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറുകയാണ്. അങ്ങനെ അവിടെയും അവർക്ക് അധികാരം നഷ്ടമാവുന്നു. അവിടെ BJP-യുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. ആന്ധ്രാപ്രദേശിലോട്ട് വരുമ്പോഴും TDP-യുടെ അവിടെ നിന്നും 6 രാജ്യസഭാ അംഗങ്ങളിൽ നിന്ന് ഏകദേശം 4 പേരും BJP-യിലേക്ക് കളം മാറുന്ന ഒരവസ്ഥയാണ്. ഇത് സിക്കിമിലാണെങ്കിലും ഗോവയിലാണെങ്കിലും അരുണാചൽ പ്രദേശിലാണെങ്കിലും ഇത്തരത്തിലുള്ള BJP സർക്കാർ നടത്തുന്നതെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അനുകൂലമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് എതിരായി നിൽക്കുന്നവരെ അവരെപ്പോഴും തങ്ങളിലേക്ക് പ്രീണിപ്പെടുത്തി തങ്ങളിലേക്ക് തന്നെ ലയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ആ നേതാക്കളെയൊക്കെ തന്നെ ഒരു തരത്തിൽ വെട്ടിനിരത്തുന്നത് പോലെ രാജിവെപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ആ പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടുമാറുന്ന ഒരു തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം രാജ്യസഭയിലെ മൊത്തത്തിലുള്ള ആളുകളെ എടുക്കുകയാണെങ്കിൽ 113 BJP-യുടെ ഒരു അംഗബലം എന്ന് പറയുന്നത്. AAP കൂടെ വരുമ്പോഴാണ് അത്രയും വലിയൊരു ഒരു അംഗബലത്തിലേക്ക് BJP എത്തുന്നത്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത രീതിയിലുള്ള ഒരു ഭരണപക്ഷമായി മാറാനുള്ള ഒരു ശ്രമമാണ് അതിനകത്തുണ്ടാവുന്നത്. അത് ഇന്നും ഇന്നലെയും ഇപ്പൊ രാഘവ് ചന്ദ്രയുടെ കാര്യത്തിൽ മാത്രം തുടങ്ങിയതല്ല, അത് ഇവർ അധികാരത്തിൽ വന്ന കാലം മുതൽ തുടങ്ങിയതാണ്. ഇനിയും അത് എപ്പോൾ വേണമെങ്കിലും ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും ഉണ്ടാകാം എന്നാണ് നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ പറയാനും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്.